അല്പസമയത്തിനകം തന്നെ പടി വഴി കയറ്റിവിടും. അതിനുശേഷമായിരിക്കും തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ മാലയിട്ട 18-ാം പടി ചവിട്ടിയെത്തുന്ന തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശനത്തിനുള്ള ആ ഒരു സമയം അല്ലെങ്കിൽ അത് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ശബരിമല മേൽശാന്തി, ഒപ്പം തന്ത്രി, കണ്ഠരര്, രാജീവര്, ദേവസ്വം ബോർഡ് പ്രതിനിധികൾ അടക്കം ശബരിമല ശ്രീകോവിലിന് മുന്നിലുണ്ട്. ഇവരുടെ സാന്നിധ്യത്തിലാണ് ശബരിമല നട തുറന്നത്. PN മഹേഷ് നമ്പൂതിരിയാണ് ഇന്ന് ശബരിമല നട തുറന്നത്. നാളെ വൃശ്ചികം 1-ന് പുതിയ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ആയിരിക്കും ശബരിമല നട തുറക്കുന്നത്. ഇന്ന് 6 മണിയോടുകൂടി തന്നെ ഇവരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ശബരിമലയിൽ നടക്കും. അല്പസമയത്തിനകം തന്നെ ഈ ആഴിയിൽ അഗ്നി പകരുന്നതോട് കൂടി തന്നെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമാകും. എന്തായാലും വലിയ ഒരു തീർത്ഥാടക സാഗരം തന്നെയാണ് ശബരിമല സന്നിധാനത്ത് ഉള്ളത്. ഓരോ മിനിറ്റുകളിലും നിരവധി തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. അയ്യപ്പ ദർശനത്തിനായി ഓരോ മിനിറ്റുകളിലും ശബരിമല 18-ാം പടി ചവിട്ടി എത്തുന്ന തീർത്ഥാടകർ നിരവധിയാണ്. എന്തായാലും എത്രത്തോളം തീർത്ഥാടകർ എത്തിയാലും വളരെ സുഗമമായ രീതിയിൽ തന്നെ അവർക്ക് ഈ ദർശനം സാധ്യമാകാനുള്ള ഒരു സാഹചര്യം നിലവിൽ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ കൃത്യമായി പല പോയിന്റുകളിലും പോലീസുകാരെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് നിലവിൽ ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. പല പോയിന്റുകളിലും ഈ ക്രമാതീതമായി തിരക്ക് കൂടിയാൽ അത് നിയന്ത്രിക്കാനുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ഒപ്പം മറ്റ് സ്റ്റാഫുകൾ അടക്കമുള്ളവരെ ശബരിമലയിൽ വിന്യസിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ശ്രീകോവിലിന് മുന്നിലുള്ള തയ്യാറെടുപ്പുകളാണ്. ഈ ഭക്തരെ 18-ാം പടി കയറ്റി വിട്ടു തുടങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം തീർത്ഥാടകരെ 18-ാം പടി വഴി കയറ്റിവിടും. ഇത് ആദ്യം ഈ 18-ാം പടി ചവിട്ടി ശ്രീകോവിലേക്ക് എത്തുന്നത് പുതിയ മേൽശാന്തിമാരാണ്. ഇവരായിരിക്കും ശബരിമല 18-ാം പടി ചവിട്ടി ശ്രീകോവിലേക്ക് എത്തുന്നത്. അതിനുശേഷമായിരിക്കും പുതിയ മേൽശാന്തിമാർ 18-ാം പടി ചവിട്ടിയ ശേഷമായിരിക്കും തീർത്ഥാടകർക്ക് 18-ാം പടി ചവിട്ടാനുള്ള അവസരം ഉണ്ടാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ തീർത്ഥാടകരുടെ ഒരു പ്രവാഹം 18-ാം പടിയിലൂടെ ശബരിമല സന്നിധാനത്ത് ശബരിമല ശ്രീകോവിലിൽ എത്തും. എന്തായാലും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആദ്യം നട തുറക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ആദ്യ ദിവസമായി ഇന്ന് തന്നെ 30,000-ഓളം തീർത്ഥാടകർ എത്തിയതോടുകൂടി തന്നെയാണ് ആ ക്രമീകരണം, അതായത് 5 മണിക്ക് തുറക്കേണ്ട ശബരിമല നട 4 മണിയിലേക്ക് ആ ഒരു സമയ ക്രമീകരണം മാറ്റിയത്. കാരണം പരമാവധി തീർത്ഥാടകർ എത്തുമ്പോൾ വളരെ സുഗമമായ രീതിയിൽ തിരക്ക് ഒഴിവാക്കിക്കൊണ്ടൊരു ദർശനം സാധ്യമാക്കാനുള്ള ഒരു നടപടിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദർശന സമയം ഇന്നും കൂട്ടിയിട്ടുള്ളത്. മാത്രമല്ല മറ്റ് കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പ്രത്യേകതകൾ കൂടി ഉണ്ട്. കാരണം കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തുൾപ്പെടെ വലിയ പോരായ്മകളും പഴികളും ഒക്കെ തന്നെ ദേവസ്വം ബോർഡും പോലീസും കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു കുറ്റമറ്റ രീതിയിൽ ഈ തീർത്ഥാടന കാലം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായൊരു ക്രമീകരണം, കൃത്യമായൊരു സമയക്രമീകരണം അടക്കം ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 18 മണിക്കൂറാണ് ശബരിമലയിൽ ദർശന സമയമുള്ളത്. ആദ്യഘട്ടത്തിൽ 16 മണിക്കൂറായിരുന്നു ശബരിമലയിലെ ദർശന സമയം. പക്ഷേ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇത് 2 മണിക്കൂർ ഉയർത്തി 18 മണിക്കൂറായി ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ, വൃശ്ചികം 1-ആയ നാളെ മുതൽ 18 മണിക്കൂർ ശബരിമലയിൽ ദർശനം നടത്താനുള്ള ഒരു സൗകര്യം തീർത്ഥാടകർക്ക് ഉണ്ടാകും. പുലർച്ചെ 3 മണിക്കാണ് നാളെ ശബരിമല നട തുറക്കുന്നത്. 3 മണിക്ക് ശബരിമല നട തുറന്നാൽ ഉച്ചയ്ക്ക് 1 മണിവരെ ശബരിമല നട തുറന്നിരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ശബരിമല നടയടച്ചാൽ പിന്നീട് 3 മണിക്ക് ശബരിമല നട തുറന്ന ഈ 11 മണി, രാത്രി 11 മണിയോടുകൂടി ഹരിവരാസനത്തോടു കൂടിയായിരിക്കും ശബരിമല നട അടയ്ക്കുന്നത്. എന്തായാലും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന എല്ലാ ഇടങ്ങളിലും കൃത്യമായൊരു ക്രമീകരണങ്ങൾ ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ നിലയ്ക്കൽ വഴി പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്കും, ഒപ്പം പരമ്പരാഗത പാതയിലൂടെ എത്തുന്ന എരുമേലിയിൽ നിന്ന് അഴുത വഴി പരമ്പരാഗത പാതയിലൂടെ എത്തുന്ന തീർത്ഥാടകർക്കും, കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകർക്കും എല്ലാ ക്രമീകരണങ്ങളും ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് നമുക്ക് 18-ാം പടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ ഈ പുതിയ മേൽശാന്തിമാർ 18-ാം പടി ചവിട്ടി ശ്രീകോവിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും തീർത്ഥാടകരെ 18-ാം പടി കയറ്റി വിടുന്നത്. വളരെ കഴിഞ്ഞ മാസമായിരുന്നു പുതിയ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ശബരിമലയിൽ നടന്നത്. 24 പേരുടെ
ഒരു പട്ടികയായിരുന്നു ശബരിമല മേൽശാന്തി നറുക്കെടുപ്പുമാരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് നറുക്കെടുപ്പിലൂടെ കൊല്ലം സ്വദേശിയായ അരുൺകുമാർ നമ്പൂതിരിയെ ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുത്തത്. പിന്നീട് കോഴിക്കോട് സ്വദേശിയായ വാസുദേവൻ നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി ആയി ചുമതലയേൽക്കുന്നത്. ഇവരുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാളികപ്പുറം മേൽശാന്തിയും ശബരിമല മേൽശാന്തിയും 18 ഇരുമുടിക്കെട്ട് എന്തി മാലയിട്ട 18-ാം പടി ചവിട്ടി ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ തന്നെ തീർത്ഥാടകരെ ശബരിമലയിലേക്ക് കയറ്റി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് ഇതിനോടകം തന്നെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഒരു തീർത്ഥാടകരുടെ ഒഴുക്ക് ശബരിമല സന്നിധാനത്ത് ശബരിമല ശ്രീകോവിൽ ഉണ്ടാകും. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും 18-ാം പടിക്ക് താഴെ നിരവധി തീർത്ഥാടകരാണ് അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്. അവരെയും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് കടത്തിവിടും. എന്തായാലും വളരെ ഒരു കാത്തിരിപ്പിനാണ് ഒരു അവസാനമായിരിക്കുന്നത്. ഈ നിരവധി ദിവസങ്ങൾ വ്രതം നോറ്റ മാലയിട്ട് അയ്യപ്പ ദർശനത്തിനായി കാത്തിരുന്ന ആ ഒരു സമയം കൂടിയാണ് എന്തായാലും ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ശരണമന്ത്രങ്ങളുടെ ഒരു ദിനങ്ങൾ കൂടിയായിരിക്കും ശബരിമല സന്നിധാനത്ത് ഉണ്ടാകുന്നത്. ഈ അല്പസമയത്തിനകം തീർത്ഥാടകർ ശബരിമല 18-ാം പടി ചവിട്ടി മുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ പോലീസുകാരുടെ കൃത്യമായൊരു വിന്യാസം 18-ാം പടിയിൽ ഉണ്ട്. കാരണം ഈ 18-ാം പടി വഴി മുകളിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ മുൻപരിചയമുള്ള വളരെ പെട്ടെന്ന് തന്നെ തീർത്ഥാടകർക്ക് 18-ാം പടി കടന്നു പോകാൻ അത്തരത്തിൽ പ്രാഗൽഭ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് 18-ാം പടിയിൽ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ തിരക്ക് ക്രമീകരിച്ചുകൊണ്ട് കൂടുതൽ തീർത്ഥാടകർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്താനുള്ള സൗകര്യമാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. 30,000-ഓളം തീർത്ഥാടകർ ഇന്ന് ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ശബരിമലയിൽ ദർശനം നടത്തും. ഇന്ന് 11 മണിക്കാണ് ശബരിമല നടയടയ്ക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ 30,000-ഓളം തീർത്ഥാടകർ ഇന്ന് ദർശനം നടത്തി മടങ്ങും. നാളെ 70,000-ഓളം തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ 10,000-ത്തിലധികം തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താനുള്ള ഒരു സൗകര്യവും നാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യ ആഴ്ചകളിൽ തന്നെ ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ വലിയ ഒഴുക്ക് ഉണ്ടാകുന്നു. വലിയ തീർത്ഥാടകരുടെ പ്രവാഹം ശബരിമലയിലേക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങളിലൂടെ തന്നെയാണ് ശബരിമലയിൽ ഈ മറ്റൊരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് കൂടി തുടക്കമാകുന്നത്. അനുജ, അങ്ങനെ ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായിരിക്കുന്നു. ശബരിമല നട ഇന്ന് അല്പസമയം മുൻപ് തുറന്നു. സാധാരണ 5 മണിക്ക് തുറക്കുന്ന നടയാണ്. ഇപ്പോൾ ഇത്തവണ കൂടുതൽ ഭക്തർ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ദർശനം നൽകാൻ സാധ്യമാകുന്ന തരത്തിലേക്ക് നേരത്തെ തന്നെ നട തുറന്നത്. ഇപ്പോൾ ആദ്യം നട തുറന്നു. അത് നിലവിലുള്ള മേൽശാന്തിയാണ് നട തുറന്നത്, മഹേഷ് നമ്പൂതിരി. അതിനുശേഷം പുതിയ മേൽശാന്തിമാർ അവർ 18-ാം പടി കയറി വരുന്നു. അവരുടെ സ്ഥാനാരോഹണ ചടങ്ങ് അല്പസമയത്തിനകം നടക്കും. 6 മണിയോടെയാകും അതുണ്ടാവുക. ഇന്ന് മാത്രം 30,000-ഓളം പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധി MG പ്രതീഷ് അറിയിച്ചിട്ടുള്ളത്. നാളെ മുതൽ 70,000-ഓളം പേരൊക്കെയാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. കൂടാതെ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും അങ്ങനെ വരുന്ന ഒരു ഭക്തന് പോലും ദർശനം ലഭിക്കാതെ പോകേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ സർക്കാർ ദേവസ്വം ബോർഡൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ തരത്തിലേക്ക് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശരണമന്ത്രങ്ങളാൽ വീണ്ടും മുഖരിതമായിരിക്കുകയാണ് സന്നിധാനം. ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമായിരിക്കുന്നു. ഇത്തവണത്തെ ഒരു വലിയ പ്രത്യേകത ദർശന സമയം ഓരോ ദിവസവും അത് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് 18 മണിക്കൂറാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്ക് നട തുറക്കും, ഉച്ചയ്ക്ക് 1 മണി വരെ. പിന്നീട് വൈകിട്ട് 3-ന് വീണ്ടും നട തുറക്കുന്നു, രാത്രി 11 മണി വരെ. അങ്ങനെ ഒരു ദിവസം 18 മണിക്കൂർ ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ കൂടുതൽ ഭക്തർക്കത് സൗകര്യപ്രദമാകുന്ന തരത്തിലേക്ക് ക്രമീകരണങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം തയ്യാറായിട്ടുണ്ട്. അങ്ങനെ മറ്റൊരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് കൂടി തുടക്കമാവുക.